ഇവിടെ 158ഓളം പോസ്റ്റ്മോർട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയും തുടർച്ചയായി തന്നെ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. ഇവിടെ മേപ്പാടിയിലും അതോടൊപ്പം തന്നെ നിലമ്പൂര് ജില്ലാ ആശുപത്രിയിലുമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അപ്പോൾ ടോട്ടലാണ് 158 എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരമാവധി എത്രയും വേഗത്തിൽ, അതായത് നമുക്ക് ആ ബോഡി ഇവിടെ ലഭിച്ചാൽ ഉടനെ തന്നെ അത് എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നവർ അങ്ങോട്ട് പറഞ്ഞ് അവർ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ വിട്ടിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള ടീം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ കോഴിക്കോട് HOD ഉൾപ്പെടെയുള്ളവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ചില ബോഡികൾ ഐഡന്റിഫൈ ചെയ്യുന്ന ബോഡികൾ എത്രയും പെട്ടെന്ന് അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ്. അതിലൊരു കാലതാമസവും ഉണ്ടാവില്ല. അതുകൂടാതെ ഈ ബോഡി ഐഡന്റിഫിക്കേഷന് പഞ്ചായത്തിന്റെ കൂടി സഹകരണം തേടുന്നതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൂടാതെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള ആളുകളുടെ കാര്യത്തിൽ 130ഓളം പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യസാധ്യമായിട്ടുള്ളതുപോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് നമുക്ക് അതിനൊരു പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കിയിരുന്നു. ആദ്യം ചെയ്തത് ഇന്നലെയല്ല, ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ അന്ന് പുലർച്ചെ തന്നെ ചെയ്തത് വയനാട് ടോട്ടലുള്ള ഫെസിലിറ്റി എത്രയാണെന്നുള്ളത്, അതും ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കുണ്ട്. ഒരു ആശുപത്രി ഇപ്പോൾ 120 ബെഡാണെങ്കിൽ ആ കണക്കുണ്ട്. പക്ഷേ പ്രസന്റ് ഒക്കുപ്പൻസി കൂടി കണക്കിലെടുത്തുകൊണ്ട് എത്രയാണ് നമുക്ക് പുതിയ രോഗികളെ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നവരെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ ഒരു കണക്കെടുത്തിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ട്. ഇപ്പോൾ വിംസ് ആണല്ലോ ഏറ്റവും അടുത്ത ദുരന്ത സ്ഥലത്ത് നിന്ന് ആദ്യം റെസ്ക്യൂ ചെയ്ത് പ്രധാന ആശുപത്രി ആദ്യമുള്ളത് വിംസാണ്. അപ്പോൾ വിംസിൽ അത് ഓവർലോഡഡ് ആകാതിരിക്കാൻ വേണ്ടി മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ളവരെ ആശുപത്രി ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ മറ്റാശുപത്രികളിലേക്ക് മാറ്റും. അതല്ല, സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ക്യാമ്പുകളിലേക്ക് മാറ്റും. ഒരു താൽക്കാലിക ആശുപത്രി നമ്മൾ തുറന്നത് വാസ്തവത്തിൽ പോളിടെക്നിക്കിൽ തുറന്നത് ഈ രീതിയിലൊരു സ്റ്റെബിലൈസ് ചെയ്ത് ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകി ക്യാമ്പിലേക്ക് പോകേണ്ടവരാണെങ്കിൽ ക്യാമ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ മനസ്സ് തകർന്നാണ് ഇരിക്കുന്നത്. അവരുടെ ഉറ്റവരെയും ഉടയവരെയും. ഞാനിപ്പോൾ ഇവിടെ ഒരു മോനെ കണ്ടു, അവന്റെ ബന്ധുക്കളെ തേടുകയാണ്. 9 പേരാണ് ഉള്ളത്. അപ്പോ മഞ്ചേരി ആശുപത്രിയിൽ ഞാനിന്ന് ചെന്നപ്പോൾ +2 പഠിക്കുന്ന അവൻ എയർലിഫ്റ്റ് ചെയ്തിട്ട് അവനും അവന്റെ സഹോദരൻ, അവന്റെ ഇളയ സഹോദരൻ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ലാബ് വന്നിട്ട് പിടിവിട്ടു പോകുന്നത്. അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ അത് നൽകണം. നമുക്ക് അവർക്കൊപ്പം നമ്മൾ എല്ലാവരും നിൽക്കുകയാണ്. സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പിൽ തന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റുകളും കൌൺസിലേഴ്സ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ സപ്പോർട്ടും അവർക്ക് നൽകുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള ഈ സഹോദരങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, രക്ഷാപ്രവർത്തകർ, അതോടൊപ്പം വോളണ്ടിയേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ, പഞ്ചായത്തിന്റെ, റവന്യൂവിന്റെ ഒക്കെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അവര് രാപ്പകലില്ലാതെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും പരമാവധി ഫ്രീസറുകൾ നമുക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കോഴിക്കോടും അതോടൊപ്പം കണ്ണൂർ ജില്ലകൾ, പിന്നെ മറ്റ് ജില്ലകൾ, അങ്ങനെയാണ് നമ്മൾ ഇന്നലെ തന്നെ ഫ്രീസറുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ കണക്കെടുത്ത് അതാത് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയാണ് അത് ചെയ്തത്. അതുകൂടാതെ ഇന്ന് എവിടെയെങ്കിലും ഈ സ്ഥലങ്ങളിൽ തന്നെ ഒരു തവണ കൂടി, അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറച്ച് ഫ്രീസറുകൾ, മൊബൈൽ ഫ്രീസറുകൾ കൂടി എത്തുന്നുണ്ട്. അത് നമ്മൾ ഒരു സംവിധാനം നോക്കും. കാരണം ഇനിയും നമുക്ക് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സൗകര്യം നോക്കിയിട്ട് അതിനുള്ള സംവിധാനം ഒരുക്കും. ആ വരുന്ന മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന മൃതദേഹങ്ങൾ ഉടനെ തന്നെ അതിന്റെ നടപടി പൂർത്തിയാക്കി അതൊരു ഡോക്യുമെന്റേഷൻ മാത്രമാണ്, അത് വിട്ടു നൽകും. ബാക്കി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ചില സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചെയ്യും.
ഇതാദ്യം തന്നെ ഇപ്പം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഇതൊരു മെഡിക്കോ ലീഗൽ ഇഷ്യൂ ആണ്. കാരണം ഈ കുടുംബങ്ങൾക്കും ഇതിൽ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കും അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും പിന്നീടൊരു ആ രീതിയിലുള്ള ഒരു ആവശ്യം ഒരു നിയമപരമായിട്ട് വന്നാൽ ഈ ഒരു പ്രൊസീജിയർ വേണം. അതുകൊണ്ട് അതിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ സങ്കീർണതകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ജസ്റ്റ് എ പ്രോസസ് എന്നുള്ളത് ലീഗലി ഡോക്യുമെന്റ് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ 158 എന്നുള്ളത് ഈ ഒരു ഇത്രയും മണിക്കൂറിന് ഉള്ളിൽ ചെയ്യാന്നുള്ളത് അതൊരു സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഒരു ടെക്നിക്കലി മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ശ്രമിച്ചിരുന്നു ഇത് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളത്. ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഒഴിവാക്കാൻ. നമ്മളും മാനുഷികമായി ഇത് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിരുന്നു. പക്ഷേ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ഒരു നിയമപരമായി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമോ സഹായമോ വേണ്ടി വന്നാൽ ഇതൊരു മെഡിക്കോ ലീഗൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ആ രീതിയിലുള്ളത്. പക്ഷേ അവിടെയും ആരോഗ്യവകുപ്പ് ചെയ്തത് അതിലൊരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഒരു നോർമൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രൊസീജിയർ ഒന്നും അല്ല ഇതിലുള്ളത്. ജസ്റ്റ് ആ ഒരു പ്രോസസ് ആ ഒരു വളരെ വേഗം ഒരു മെഡിക്കോ ലീഗൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം അല്ല. അത് ഈ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധരും നിയമ വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് മഞ്ചേരിയിൽ വെച്ചായിരുന്നു. സാരില്ല, മറ്റ് ചെറിയ രീതിയിലുള്ള ചതവുകളൊക്കെ മാത്രമാണ്.